എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്നലെ അതായത് മെയ് 12-ാം തീയതി നമ്മളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോടൊരു പ്രത്യേക പ്രസംഗം നടത്തിയിരുന്നു കേട്ടോ. ഭാരതം നടത്തിയ വിജയകരമായ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഉണ്ടായ ആ പ്രസംഗം ശരിക്കും ശക്തമുള്ളതും നമ്മളെല്ലാം അത്രത്തോളം അഭിമാനിപ്പിക്കുന്നതുമായിരുന്നു. കാരണം നമ്മുടെ ആംഡ് ഫോഴ്സിനെ പറ്റിയിട്ടൊക്കെയുള്ള രോമാഞ്ചപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഭാരതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞതും ഓപ്പറേഷൻ്റെ വിജയത്തെക്കുറിച്ച് വിശദീകരിച്ചതും പാകിസ്ഥാൻ ഒരു ശക്തമായ താക്കീത് കൊടുത്തതും ഒക്കെ തന്നെയെല്ലാം ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം നൽകിയ ശക്തമായ മറുപടിക്ക് ശേഷം പാകിസ്ഥാൻ കുറച്ച് കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു. എന്നാൽ ഇന്ന്, അതായത് മെയ് 13-ാം തീയതി നമ്മളുടെ പ്രധാനമന്ത്രി ചെയ്തൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ആ കള്ളങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അക്കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പ്രധാനമന്ത്രി ആ പ്രസംഗം തുടങ്ങിയത് തന്നെ നമ്മുടെ സൈനികരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയും അതേസമയം സംയമനവും നമ്മൾ നേരിട്ട് കണ്ടു. ഭാരതത്തിന്റെ ധീരരായ സൈനികരെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നുവെന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ സൈനികർ കാണിച്ച ധീരതയെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നമ്മളുടെ ധീരരായ സൈനികർ അതിശയകരമായിട്ടുള്ള ധീരതയാണ് കാണിച്ചത്. അവരുടെ ആ വീര്യം, അവരുടെ ആ ധൈര്യം, അവരുടെ ആ പോരാട്ട വീര്യം ഞാൻ ഈ രാജ്യത്തെ ഓരോ അമ്മയ്ക്കും ഓരോ സഹോദരിക്കും ഓരോ മക്കൾക്ക് സമർപ്പിക്കുന്നു എന്നായിരുന്നു. നമ്മുടെ സൈന്യം ആർക്ക് വേണ്ടിയാണ് പോരാടുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള നടപടികളുണ്ടല്ലോ, ഇതെന്നുള്ളത് ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രാജ്യത്തിന്റെ ആകെയുള്ള ഒരു ഒരുമയാണ് കാണിക്കുന്നത്. അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, മുഴുവൻ രാജ്യവും ഓരോ പൗരനും ഓരോ സമൂഹവും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. രാഷ്ട്രമാണ് ആദ്യം, നേഷൻ ഫസ്റ്റ് എന്ന ചിന്താഗതിയിൽ ഓരോ ഭാരതീയനും ഒറ്റക്കെട്ടായി നിന്നു. സൈന്യത്തിന് നടപടിയെടുക്കാൻ പൂർണ്ണ പിന്തുണയും സ്വാതന്ത്ര്യം നൽകി. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഒരു ഫ്രീ ഹാൻഡ് സൈന്യത്തിന് നൽകുകയാണ്. സാധാരണ ഗവൺമെന്റിന്റെ ഡിഫൻസിന്റെ ഒക്കെ ഓർഡർ കിട്ടിയാൽ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ സൈന്യത്തിന് സ്വയമായിട്ട് തീരുമാനമെടുക്കാനായിട്ട് പ്രധാനമന്ത്രി അവർക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു പേരല്ല. പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് ലക്ഷക്കണക്കിന് ഭാരതീയരുടെ വികാരങ്ങളെ പ്രതിഫലിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. ഇത് നീതിക്ക് വേണ്ടിയുള്ള അചഞ്ചലമായ പ്രതിജ്ഞയാണ്. മെയ് 6 രാത്രിയും മെയ് 7 പുലർച്ചെയുമായി നമ്മളുടെ സൈന്യം പാകിസ്ഥാന്റെ ഉള്ളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ ഈ പ്രതിജ്ഞ പ്രവൃത്തിയായി മാറിയത് ലോകം മുഴുവൻ കണ്ടുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭാരതം കാണിച്ച ധീരതയും രാജ്യത്തിന്റെ ഐക്യത്തെയും അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ധീരമായ തീരുമാനമെടുക്കാൻ ഭാരതീയർക്ക് കഴിയുമെന്ന് ഭീകരവാദികൾ ഒരിക്കലും കരുതിയില്ല. പക്ഷേ രാജ്യം ഒറ്റക്കെട്ടായി രാഷ്ട്രമാണ് ആദ്യം, അതായത് നേഷൻ ഫസ്റ്റ് എന്ന ചിന്താഗതിയിൽ മുന്നോട്ട് വരുമ്പോൾ, രാജ്യം പരമപ്രധാനമാകുമ്പോൾ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ ഉരുക്ക് പോലെ ശക്തമാകുമെന്നുള്ളതാണ്. അക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പതിച്ചപ്പോൾ ആ ഭീകരരുടെ കെട്ടിടങ്ങൾ തകർന്നു, അവരുടെ മനോധൈര്യം ചോർന്നു എന്നാണ്. ഓപ്പറേഷന്റെ പേരിനെ ബന്ധിപ്പിച്ച് അദ്ദേഹം ഒരു ശക്തമായിട്ടുള്ള വാചകം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭീകരവാദികൾ നമ്മളുടെ സഹോദരിമാരുടെ സിന്ദൂരം തകർക്കാൻ ധൈര്യം കാണിച്ചു. ഭാരതം ആ ഭീകരന്മാരുടെ ആസ്ഥാനങ്ങൾ തകർത്തെറിഞ്ഞു. ഭീകരാക്രമണങ്ങളിലൂടെ നമ്മളുടെ സഹോദരിമാരുടെ നെറുകയിൽ സിന്ദൂരം മായ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭാരതം എങ്ങനെ മറുപടി നൽകിയെന്ന് ഈ വാചകം ശരിക്കും കാണിച്ചു തരുന്നു. ഓപ്പറേഷന്റെ ഫലത്തെക്കുറിച്ച് അദ്ദേഹം അഭിമാനത്തോടെ പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു: നമ്മളുടെ അക്രമങ്ങളിൽ 100-ലധികം വരുന്ന അപകടകാരികളായിട്ടുള്ള തീവ്രവാദികൾ ഇല്ലാതായി. ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സ് ഉണ്ടല്ലോ, 100 കണക്കിന് തീവ്രവാദികളെ കൊന്നു കൊലവിളിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു കേട്ടോ. ചിലവരിപ്പോൾ വരും, അയ്യോ അങ്ങനെയൊക്കെ കൊല്ലാവോ, അതൊക്കെ പാവമല്ലേ, അങ്ങനെ കൊന്നാണോ പ്രതികാരം ചെയ്യേണ്ടതെന്നൊക്കെ. നമ്മുടെ രാജ്യത്തിന് അറിയാം എന്ത് ചെയ്യണമെന്ന്. രാജ്യത്തിൻ്റെ ആ നിലപാടുകളിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നു. അതുപോലെ ഒരു ഭാരതീയൻ എന്ന നിലയിൽ അതിനെ പിന്തുണയ്ക്കുകയും ഞാൻ ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് 2.5-3 പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ പരസ്യമായി കറങ്ങി നടന്ന ഭീകരന്മാരെയും നേതാക്കളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കി എന്നുള്ളതാണ്. മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങളെയാണ് ഇല്ലാതാക്കിയത്. മസൂദ് അസർ എന്നുള്ളത് ഏറ്റവും വലിയ ഭീകരവാദിയായിട്ടുള്ള ഒരാളാണ്. ഇന്ത്യക്കെതിരെ കാലങ്ങളായി ഗൂഢാലോചന നടത്തിയിരുന്ന പ്രധാന ഭീകരന്മാർക്ക് ഈ ആക്രമണത്തിലൂടെ ശക്തമായ തിരിച്ചടിയേറ്റു എന്നാണ് ഇതിനർത്ഥം. ഭാരതത്തിന്റെ നടപടിക്ക് ശേഷം പാകിസ്ഥാൻ ഭയന്നു പോയി എന്നാണ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ നടപടിക്ക് ശേഷം പാകിസ്ഥാൻ കടുത്ത നിരാശയിലും ദേഷ്യത്തിലും പരിഭ്രാന്തിയിലുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു എടുത്തുചാടിയുള്ള നീക്കത്തിൽ പാകിസ്ഥാൻ നമ്മളുടെ സാധാരണക്കാരെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമിച്ചു. നമ്മളുടെ സ്കൂളുകളും കോളേജുകളും ഗുരുദ്വാരകളും ക്ഷേത്രങ്ങളും നമ്മളുടെ സൈനിക കേന്ദ്രങ്ങൾ പോലും അവർ ലക്ഷ്യം വെച്ചു. പക്ഷേ അദ്ദേഹം ഊന്നി പറഞ്ഞത്, അങ്ങനെ ചെയ്തതിലൂടെ പാകിസ്ഥാൻ സ്വയം തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തത്. അവരുടെ തീവ്രവാദ മുഖമുണ്ടല്ലോ, അത് തന്നെയാണ് വീണ്ടും വീണ്ടും അവർ ലോകത്തോട് തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യൻ നടപടിയെ പിന്തുണയ്ക്കുന്നതിന് പകരം നിരപരാധികളെയും ഭീരുത്വം നിറഞ്ഞ രീതിയിൽ ആക്രമിച്ച് പാകിസ്ഥാൻ ഭീകരതയ്ക്ക് കൂട്ടുനിന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നത്. ഈ സമയത്ത് പാകിസ്ഥാൻ ഒരുപാട് കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു കേട്ടോ. നമ്മളുടെ ആദംപൂർ എയർബേസ് ആക്രമിച്ചുവെന്നും അവിടെ ഉണ്ടായിരുന്ന നമ്മളുടെ ഏറ്റവും പുതിയ S-400 മിസൈൽ സംവിധാനം, അതായത് സുദർശന ചക്രം തകർത്തു എന്നൊക്കെയാണ്, റൺവേ ഉപയോഗശൂന്യമാക്കി എന്നൊക്കെ അവർ ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ഇതിൻ്റെയൊക്കെ വ്യാജ
വീഡിയോകളും ചിത്രങ്ങളും അവർ പ്രചരിപ്പിച്ചു. എന്നാൽ ഈ കള്ളത്തരങ്ങളെല്ലാം തന്നെ നമ്മളുടെ പ്രധാനമന്ത്രി മോദിജി നേരിട്ട് പോയിട്ട് ഒറ്റയടിക്ക് പൊളിച്ചു കൊടുക്കുകയാണ്. ഇന്ന് അതായത് മെയ് 13-ാം തീയതി അദ്ദേഹം നേരിട്ട് പഞ്ചാബിലെ ആദംപൂർ എയർബേസിൽ പോവുകയാണ്. നിങ്ങളല്ലേ പറഞ്ഞത് ഇത് പൊളിച്ചത്, എന്നാൽ ഞാൻ നേരിട്ട് പോയി ലോകത്തോട് കാണിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം പറയുകയാണ്. തകർന്നുവെന്ന് പാക്കികൾ പറഞ്ഞ എയർബേസ് ഉണ്ടല്ലോ, അവിടെ അദ്ദേഹം കൂളായിട്ട് ഇറങ്ങി നടക്കുകയാണ്. അതുപോലെ തകർത്തു എന്ന് പറഞ്ഞ S-400 സംവിധാനം ഉണ്ടല്ലോ, നമ്മളുടെ ആന്റി മിസൈൽ സംവിധാനം, സുദർശൻ ചക്രമല്ലേ, അതിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം അഭിമാനത്തോടെ പോസ് ചെയ്യുകയാണ്. കേടുപാടുകളില്ലാതെ കിടക്കുന്ന നമ്മളുടെ MiG-29 യുദ്ധവിമാനങ്ങളുടെ അടുത്ത് നിന്നും അദ്ദേഹം ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ നൽകിയ മറുപടി വളരെ വ്യക്തമാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണ്, ഇതാണ് യാഥാർത്ഥ്യമെന്നാണ്. പാകിസ്ഥാന്റെ തെറ്റായ പ്രചരണങ്ങൾക്ക് നമ്മുടെ പ്രധാനമന്ത്രി നൽകിയ കിടിലൻ മറുപടി ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. ഇന്ത്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും വൈക്കോൽ തകർന്നത് പോലെ തകർന്നു വീഴുന്നത് ലോകം കണ്ടു. അവ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതായി. പ്രധാനമന്ത്രി ശക്തമായിട്ട് പ്രഖ്യാപിച്ചു. ശത്രുവിന്റെ പരാജയപ്പെട്ട തിരിച്ചടിയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതിർത്തിയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ സൈന്യത്തെ ഒരുക്കി നിർത്തിയിരുന്നു. പക്ഷേ ഭാരതം പാകിസ്ഥാന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ കടന്നു എന്നു കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്തി. ആദ്യ 3 ദിവസങ്ങളിൽ മാത്രം ഭാരതം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നാശനഷ്ടങ്ങൾ വരുത്തി. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഓപ്പറേഷന്റെ അവിശ്വസനീയമായിട്ടുള്ള വിജയമാണ് ഇത് എടുത്തു കാണിച്ചത്. ഈ തിരിച്ചടികൾ നേരിട്ടപ്പോൾ സംഘർഷം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിക്കാൻ തുടങ്ങി. പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത്, മോശം തോൽവി നേരിട്ടതിനു ശേഷം മെയ് 10 ഉച്ചയ്ക്ക് പാകിസ്ഥാൻ സൈന്യം നമ്മളുടെ DGMOയെ ബന്ധപ്പെട്ടു എന്നാണ്. അതായത് ഫലത്തിൽ വെടിനിർത്തലിനായിട്ട് അഭ്യർത്ഥിച്ചത് പാകിസ്ഥാനാണ്. അപ്പോഴേക്കും ഭാരതം ഭീകരതയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയൊരു ഭാഗം തന്നെ നശിപ്പിക്കുകയുണ്ടായി. നിരവധി ഭീകരരെ ഇല്ലാതാക്കുകയും അവരുടെ ഭീകര താവളങ്ങളെ അവശിഷ്ടങ്ങളായി മാറ്റുകയും ചെയ്തു. ഇനി കൂടുതൽ ഭീകരാക്രമണങ്ങളോ സൈനിക പ്രകോപനങ്ങളോ നടത്തില്ലെന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുകയും പറയുകയും ചെയ്തപ്പോൾ ഭാരതം അത് പരിഗണിച്ചു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഒരു കർശനമായ താക്കീത് നൽകി. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾക്കും സൈനിക സ്ഥാപനങ്ങൾക്കും നേരെ നടത്തിയ ശക്തമായിട്ടുള്ള തിരിച്ചടി താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. പെർമനന്റ് സ്റ്റോപ്പ് അല്ല, താൽക്കാലികമായിട്ട് മാത്രമാണ്. പാകിസ്ഥാന്റെ ഓരോ നീക്കത്തെയും അവരുടെ പെരുമാറ്റത്തെയും അടിസ്ഥാനമാക്കി നമ്മൾ വിലയിരുത്തും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭാരതത്തിന്റെ തോക്കുകൾ ഇപ്പോൾ ശാന്തമായിരിക്കാം, പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും നമ്മുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. നമ്മളുടെ ശ്രദ്ധയിൽ നിന്ന് അവർ ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. ഭീകരതയെയും തീവ്രവാദത്തെയും ഒരിക്കലും വച്ചുപൊറുപ്പിക്കില്ല എന്ന ഭാരതത്തിന്റെ പുതിയ നയത്തെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2016 സർജിക്കൽ സ്ട്രൈക്കും 2019 വ്യോമാക്രമണവും കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഭാരതത്തിന്റെ പുതിയ ഭീകരവിരുദ്ധ നയത്തിന് തുടക്കമായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ ഭീകരതയോടുള്ള ഭാരതത്തിന്റെ പ്രതികരണം വേഗത്തിലും ശക്തവും മുൻകൂട്ടി നടപടിയെടുക്കുന്നതുമായിരിക്കും. ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഭാരതത്തിന്റെ പോരാട്ടത്തിൽ അദ്ദേഹം 3 പ്രധാന തത്വങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഒരു ഭീകരാക്രമണത്തിനും മറുപടി ഇല്ലാതെ പോകില്ല. അതായത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് ഭീകരാക്രമണത്തിന് നമ്മളുടെ ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാവോ? ഇപ്പോൾ ഏറ്റവും പ്രമുഖമായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു ഭീകരാക്രമണമാണ് താജ് ഹോട്ടലിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണം, അല്ലെ അജ്മൽ കസബ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ എന്ത് പ്രത്യാക്രമണം നടത്തിയിട്ടുള്ളത്? ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് അക്രമങ്ങളിൽ നമ്മളുടെ ഇന്ത്യ വെറും പീസ് ടോക്ക്, സമാധാന ചർച്ച മാത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ രാജ്യം എടുത്ത തീരുമാനം, പ്രധാനമന്ത്രി എടുത്ത തീരുമാനം എന്തെന്നാൽ ഒരു ഭീകരാക്രമണത്തിനും മറുപടി ഇല്ലാതെ പോകില്ല എന്നുള്ളതാണ്. ഭാരതത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായാലും നമ്മളുടെ ഭാരതം ശക്തമായിട്ടുള്ള മറുപടി നൽകും. നമ്മുടേതായിട്ടുള്ള രീതികൾ നമുക്കറിയാം. ആ രീതിയിൽ ഭീകരവാദ കേന്ദ്രങ്ങളെ, അവരുടെ ഉറവിടങ്ങളെ അവർ എവിടെ ഒളിച്ചിരുന്നാലും ഭാരതം ശക്തമായിട്ട് തിരിച്ചടിക്കും. 2, ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ ശക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ആണവ ഭീഷണികളൊന്നും ഇങ്ങോട്ട് വേണ്ട, അതൊന്നും വിലപ്പോകില്ല. നിങ്ങൾ എന്ത് ആണവ ഭീഷണി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ തിരിച്ചടിക്കാനുണ്ടെങ്കിൽ തിരിച്ചടിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പലരും പറയുന്ന കേൾക്കാം, പാകിസ്ഥാനെ അങ്ങോട്ട് പ്രത്യാക്രമണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്, അപ്പോൾ അവരും ഇങ്ങോട്ട് ആക്രമിക്കും, ആണവായുധങ്ങൾ വെച്ച് ആക്രമിക്കും എന്നൊക്കെ ഉള്ളതാണ്. അവർക്ക് മനസാക്ഷിയില്ല എന്നൊക്കെ ഉള്ളതാണല്ലേ. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, പണ്ട് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്, ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, നമ്മളുടെ കയ്യിലും ആണവായുധങ്ങളുണ്ട്, അത് പിന്നെ ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതാണോ എന്നുള്ളതാണ്. അതായത് ആണവ ഭീഷണികൾ ഭാരതത്തെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ശ്രമങ്ങളുണ്ടല്ലോ, അതൊന്നും ഭീകര കേന്ദ്രങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയില്ല, പിന്നോട്ടും പോകത്തുമില്ല. 3, തീവ്രവാദികളെ സംരക്ഷിക്കുന്നവർക്ക് സുരക്ഷിത താവളമില്ല എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ എന്നുള്ള രാജ്യം, ആ ഭരണകൂടം എന്ന് പറയുന്നത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഗവൺമെന്റും ആർമിയും തന്നെയാണ് ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യുന്നതെന്ന് അവിടുത്തെ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ നരാധമന്മാരെ പറ്റിയിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു എന്നൊക്കെയാണ്. അതായത് തീവ്രവാദ സംഘടനകളെയും അവരെ സഹായിക്കുന്നവരെയും ഭാരതം ഒരുപോലെ തന്നെയാണ് കണക്കാക്കുക എന്നുള്ളതാണ്. അതായത് അവിടുത്തെ പാകിസ്ഥാൻ ആർമി, മിലിറ്ററി, അതോടൊപ്പം തന്നെയാണ് നമ്മൾ തീവ്രവാദികളെ ചേർത്ത് വയ്ക്കുന്നത് എന്നുള്ള നയം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഭാരതത്തെയും നമ്മുടെ പൗരന്മാരെയും ഏത് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള
ദൃഢനിശ്ചയത്തോടെയുള്ള നടപടികൾ തുടരുമെന്നാണ്. ലാലേട്ടൻ്റെ തുടരും പോലെ ആ നടപടികളും തുടരുമെന്ന് തന്നെയാണ്. പാകിസ്ഥാന്റെ ഭീകരതാ നയം അവർക്ക് തന്നെ അവസാന നാശമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. അതായത് നിങ്ങൾക്ക് തന്നെ പാരയാകുമെന്നുള്ള കാര്യം. പാകിസ്ഥാൻ സൈന്യവും സർക്കാരും ഭീകരതയെ വളർത്തുന്ന ഒരു രീതി വരും ദിവസങ്ങളിൽ പാകിസ്ഥാനെ കൂടുതലായിട്ട് നശിപ്പിക്കും. പാകിസ്ഥാൻ നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഭീകര കേന്ദ്രങ്ങളെ ഇല്ലാതാക്കണം. സമാധാനത്തിലേക്ക് മറ്റൊരു വഴിയുമില്ല എന്നാണ്. ഇതൊരു മുന്നറിയിപ്പും അവസാന വാക്കുമായിരുന്നു. ഭീകരതയെ പിന്തുണയ്ക്കുന്നത് നിർത്തുക, അല്ലെങ്കിൽ നാശം നേരിടുക എന്ന്. ഭാരതത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്. ഭാരതത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് പോകില്ല. ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് പോകില്ല. അതോടൊപ്പം അദ്ദേഹം പണ്ട് ഉറി ഭീകരാക്രമണത്തിന് ശേഷം നമ്മളുടെ സൈന്യം നടത്തിയ തിരിച്ചടിയുണ്ടല്ലോ, അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നല്ലേ. അതും അദ്ദേഹം വീണ്ടും കോട്ട് ചെയ്യുകയാണ്, വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല. ഈ ശക്തമായ വാചകങ്ങളിലൂടെ ഭീകരത തുടരുന്നിടത്തോളം കാലം പാകിസ്ഥാനുമായിട്ടുള്ള സാധാരണ ബന്ധങ്ങൾ, അതായത് ചർച്ചകൾ, വ്യാപാരം, ജലം പങ്കിടുന്നത് പോലും അതിലൊന്നും സാധിക്കില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതായത് നമ്മുടെ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി ഉണ്ടല്ലോ, സിന്ധു നദീജല ഉടമ്പടി, അത് താൽക്കാലികമായിട്ട് റദ്ദാക്കി വെച്ചിരിക്കുകയാണല്ലോ, അത് അങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭാരതത്തിന്റെ കടുപ്പേറിയ നയം ഊന്നിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഭാവിയിൽ എന്തെങ്കിലും ചർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ അവരുടെ ആക്രമണം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് മാത്രമായിരിക്കണമെന്നാണ്. നമ്മുടെ പ്രഖ്യാപിത നയം ഇതാണ്. പാകിസ്ഥാനുമായി ചർച്ചയുണ്ടെങ്കിൽ അത് ഭീകരതയെക്കുറിച്ച് മാത്രമായിരിക്കണം. പാകിസ്ഥാനുമായി ചർച്ചയുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ POK കുറിച്ചായിരിക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭീകരത അവസാനിപ്പിക്കുന്നതിലും നമ്മളുടെ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിലും മാത്രമാണ് ഭാരതത്തിന് താല്പര്യമുള്ളത്. ഇത് ഭാരതത്തിന്റെ ദൃഢനിശ്ചയം ഉറക്കപ്പറയുന്ന ഒരു ധീരമായിട്ടുള്ള പ്രഖ്യാപനമാണ്. ബുദ്ധപൂർണിമയുടെ ശുഭദിനത്തിൽ ശക്തിയിലുള്ള സമാധാനം എന്നൊരു തത്വം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ബുദ്ധ ഭഗവാൻ നമുക്ക് സമാധാനത്തിന്റെ വഴി കാണിച്ചു തന്നു. സമാധാനത്തിലേക്കുള്ള വഴി പോലും ശക്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ഭാരതീയനും സമാധാനത്തോടെ ജീവിക്കാനും വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ശ്രമിക്കണം. ഭാരതം ശക്തമായിരിക്കണം. ആവശ്യമെങ്കിൽ ആ ശക്തി പ്രയോഗിക്കുകയും വേണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പാകിസ്ഥാനെ കാണിച്ചു കൊടുത്തതും അതേ ശക്തി തന്നെയാണ്. അദ്ദേഹം വീണ്ടും നമ്മളുടെ സായുധ സേനാംഗങ്ങൾക്കും പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും സല്യൂട്ട് നൽകി. ഓരോ ഭാരതീയന്റെയും ദൃഢനിശ്ചയത്തിനും ധൈര്യത്തിനും ഐക്യത്തിനും മുന്നിൽ അദ്ദേഹം തലകുനിച്ചുവെന്ന് അദ്ദേഹം ആ ഒരു വാക്കുകൾ പോലുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ അത്രത്തോളം രാജ്യസ്നേഹം നിറഞ്ഞതായിരുന്നു. അദ്ദേഹം രാജ്യത്തെ നയിച്ചുകൊണ്ട് 3 തവണ ഭാരത് മാതാ കി ജയ് എന്ന് അഭിമാനത്തോടെ വിളിച്ചു. രാജ്യത്തിന്റെ ഐക്യവും അഭിമാനവും വീണ്ടും ഊന്നി പറഞ്ഞുകൊണ്ട്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണല്ലേ. ഇനി നമുക്കൊന്ന് സംസാരിക്കാം. അതായത് ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്താണ്? അതായത് ഇപ്പോൾ ഈ ഒരു പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലൊരു ആവേശം തോന്നിയില്ലേ? ഇനി ഈ ആവേശം കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെയോ നമ്മുടെ ആംഡ് ഫോഴ്സിൻ്റെ ചുമതല മാത്രമല്ല. ഭാരതീയൻ എന്ന നിലയിൽ ഭീകരതയ്ക്കെതിരായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഉറച്ച മനസ്സോടെ തന്നെ നിൽക്കാം. നമ്മുടെ ആംഡ് ഫോഴ്സസിന്, സായുധ സേനയിൽ നമ്മൾ അഭിമാനം കൊള്ളണം. നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യം ഒരിക്കലും മറക്കരുത്. നമ്മളുടെ സൈനികരുടെ ധീരതയെ ആദരിച്ചുകൊണ്ട് ജാഗ്രതയോടെ തന്നെ നിൽക്കുക. ജാഗ്രതയോടെ നിൽക്കുകയും ഭീകരതയ്ക്കെതിരായിട്ടുള്ള രാജ്യത്തിന്റെ പോരാട്ടത്തെ നമ്മളാൽ കഴിയുന്ന എല്ലാ രീതികളിലും പിന്തുണയ്ക്കുകയും ചെയ്യാം. രാജ്യസ്നേഹത്തോടെയും ലക്ഷ്യത്തോടെയും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ശക്തരായിട്ട്, അഭിമാനത്തോടെ, ഭയമില്ലാത്തവരായിട്ട്. പ്രധാനമന്ത്രിയുടെ ശക്തമായിട്ടുള്ള വാക്കുകൾ നമുക്ക് ഒരുമിച്ച് പറയാം. ഭാരത് മാതാ കി ജയ്.